ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി ക്രിയേഷൻസ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് സംസാരിച്ചിരിക്കുന്ന വീഡിയോസൊക്കെ എല്ലാ ചാനലിലും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ മാത്രം ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ എന്ത് പറയണം, എന്ത് സംസാരിക്കണം എന്ന് എനിക്ക് ഒരു വിഷയം, സബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളാണ്. അങ്ങനെ ഒരുപാട് പേര് ദുരന്തത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ച ജനങ്ങൾ, അനാഥരാക്കപ്പെട്ടവർ, സ്വത്തുവകകളും സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം പോയി അന്യമായി ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ നല്ല നല്ല സുമനസ്സുകൾ, നല്ല സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിവുള്ളവരൊക്കെ സഹായങ്ങൾ കൊടുക്കാൻ, സന്മനസ്സുള്ളവരൊക്കെ ചെയ്യട്ടെ. നമ്മൾക്ക് പറ്റാത്തവർക്ക് അവർക്ക് പ്രാർത്ഥന കൊടുക്കാൻ, നമ്മളെ കൊണ്ട് അതല്ലേ പറ്റൂ. പ്രകൃതിയെ മനുഷ്യൻ ദ്രോഹിച്ചിട്ടാണ് പ്രകൃതി ക്ഷോഭിക്കുന്നത്, ദുരന്തങ്ങൾ സംഭവിപ്പിക്കുന്നത് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ശാസ്ത്രവും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ദ്രോഹിക്കാതിരിക്കാൻ ശ്രമിക്കാം നമുക്ക് എന്നുകൂടി പറയുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഞാനിന്ന് വന്നത് എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയാലോ എന്ന് ഓർത്താണ്. അപ്പോൾ ഇടയ്ക്ക് ചാനലിൻ്റെ പേര് മാറ്റണമെന്നൊക്കെ നേരത്തെ തൊട്ടിങ്ങനെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തുന്ന പേര് മാറ്റാമെന്ന് ഞാനും വിചാരിച്ചു. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാനൊരു 3 വർഷത്തോളം ആകാൻ പോകുന്നു ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ എൻ്റെ ചാനൽ ഇതുവരെ ഒന്നും റീച്ച് ആയിട്ടില്ല. പറയുവാണെങ്കിൽ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. എൻ്റെ ചാനലിനൊന്നും റീച്ചൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിച്ചു, ഇപ്പം ഞാനിപ്പോൾ 200-ന് മേലെ വീഡിയോസായി. അപ്പോൾ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോസ് വിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് കുറേയേറെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുമായിരുന്നു. എനിക്കറിയാവുന്ന പോലെ, എനിക്കിതിലൊരു അറിവുമില്ലാതെയാണ് തുടങ്ങിയത് കേട്ടോ. അത് തന്നെയായിരിക്കാം എനിക്ക് വിജയിക്കാൻ പറ്റാതെ പോയതും. അങ്ങനെ അപ്പോൾ ഫ്രണ്ട്സിന് നമ്മൾ ഒരുപാട് പേർക്ക് ഇത് അയക്കുമ്പോഴും അതിൽ ഒരു 5-6 പേര് കണ്ടെങ്കിലായി. ഇപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടിരിക്കാനൊന്നും അല്ലല്ലോ സമയം. അപ്പോൾ അങ്ങനെ കുറേ നാൾ വീഡിയോസ് ഇങ്ങനെ ഇട്ട് വ്യൂസൊന്നുമില്ല, വെറുതെ ആയപ്പം ആകെ ഒരു 10-20 വ്യൂസൊക്കെയാണ് ഉള്ളത്. 2 വർഷമൊക്കെ വീഡിയോസിനൊക്കെ 14 വ്യൂസ് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടുകഴിയുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ട് കുറച്ച് മടിച്ചു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം 1 വർഷത്തോളം ഇനി വേണ്ടെന്ന് വെച്ച് വീഡിയോസ് വിടൽ നിർത്തി. അപ്പം നമുക്ക് അതിനുള്ള ഫിനാൻഷ്യലി പ്രോബ്ലം, പിന്നെ വീഡിയോ പിടിക്കാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ അങ്ങനെയൊക്കെ വന്നപ്പം ഞാൻ നിർത്തിവെച്ചു. പിന്നെ എനിക്ക് തോന്നി, ചാനൽ അങ്ങനെ വെറുതെ കളയണ്ടായിരുന്നൊക്കെ തോന്നി. പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസ് വിടാൻ തുടങ്ങി, കുറച്ച് മാസങ്ങളായിട്ട്. അപ്പോൾ ആഴ്ചയിൽ വല്ലപ്പോഴൊക്കെ വീഡിയോസ് വിടാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കയറി വരുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. എന്നാൽ ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയെടുക്കുക എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ വേറെ ഒരു ആളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ പലരും പറയുന്നു, നമ്മൾ ചാനലിന് പേരിടുമ്പം, ഇത് അറിയത്തില്ലാത്തവർക്ക് കൂടിയിട്ട് എനിക്ക് ഇപ്പം ഞാൻ അറിഞ്ഞ കാര്യം പറയുവാണേ. അപ്പം ചാനലിന് നമ്മൾ റെയറായിട്ടുള്ള പേരായിരിക്കണം ഇടേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പം ഇത് സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന്. കാരണം ഒത്തിരി കോമൺ ആയിട്ടുള്ള പേരിടുമ്പം ഒരുപാട് ചാനലുകൾ അതേ സെയിം പേരിലുണ്ടാകുമ്പോൾ ആ ചാനലുകളായിരിക്കും കയറി വരുന്നത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ. നമ്മളുടേത് വരണമെന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. അപ്പോൾ എൻ്റേത് വെറൈറ്റി ക്രിയേഷൻസ് എന്ന് ഞാൻ പേരിടുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഒരു വേറെ ചാനലുകൾ ഈ പേരിലുണ്ടെന്നോ, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് കുറേ പേരുകൾ ഇങ്ങനെ മനസ്സിൽ തിരഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു പേര്, ഇഷ്ടപ്പെട്ടൊരു പേര് വെറൈറ്റി ആണെന്ന് വെച്ച് അങ്ങനെ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പല പല വീഡിയോസ് ഇടാം എന്നൊക്കെ വെച്ച് അങ്ങനെ ഒരു പേരങ്ങിട്ട്, കണ്ണാടിയിൽ എന്തോ മറന്നു. അപ്പോൾ അങ്ങനെ ഒരു പേര് ഞാനതാണ് വെച്ചത്. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ പല ഫ്രണ്ട്സിനോടും കാണുമ്പോഴൊക്കെ ഇങ്ങനെ ചാനലുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തിയെ കാണിക്കാൻ പറഞ്ഞ് ഞാൻ അവരുടെ ഫോൺ എടുത്ത് യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ വെറൈറ്റി ക്രിയേഷൻസ് അടിച്ച് കഴിയുമ്പോൾ വരുന്നത് ഒരുപാട് വെറൈറ്റി ക്രിയേഷൻസാണ് കയറി വരാറുള്ളത്. എൻ്റേത് മാത്രം വരുന്നില്ല. എൻ്റേത് എത്ര നോക്കിയിട്ടും വരുന്നില്ല. ബാക്കി ഒരുപാട് വെറൈറ്റി ക്രിയേഷൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തുന്ന പേര് മാറ്റിയേക്കാം, ഒരു റെയറായിട്ടുള്ള പേരെടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു പേര് തിരഞ്ഞെടുത്തത്, ചക്രം.
ചക്രം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു എന്താണെന്നല്ലേ, ചക്രമില്ലാതെ ഈ ലോകം പോലും കറങ്ങത്തില്ല. ചക്രമില്ലാതെ കറങ്ങുന്നു എന്ന് പറയത്തില്ലേ, എന്താണ് അതിൻ്റെ അർത്ഥം? ചക്രത്തിന് വേറെ അർത്ഥമുണ്ട്, പണം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ പണമില്ലാതെ വിഷമിക്കുന്നതാണ് ചക്രമില്ലാതെ കറങ്ങുന്നു എന്ന് പറയുന്നത്. പിന്നെ ഈ ഭൂമി തന്നെ കറങ്ങുന്നത് ഒരു അദൃശ്യമായ ഒരു സുദർശന ചക്രത്തിന്മേലെ, അച്ചുതണ്ടെന്ന് പറയുന്ന അതിന്മേലെയാണിത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഭൂമി തന്നെ. അപ്പോൾ ഈ ലോകത്തിൽ ചക്രത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാം നമ്മുടെ മാത്തമാറ്റിക്സിലാണേലും ചക്രത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ചലനം എന്ന് പറയുന്നത്, ചക്രമില്ലെങ്കിൽ ചലിക്കത്തില്ല ഈ ലോകമേ. ചലനം എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് ചക്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ചക്രമില്ലാതെ ഒന്നും തന്നെ നടക്കത്തില്ല ഈ പ്രപഞ്ചത്തിൽ. തന്നെയല്ല, ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പേരെടുക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സുദർശന ചക്രം അതുണ്ടല്ലോ, വിഷ്ണു ഭഗവാന്റെ ഒരു അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു, ഇപ്പോൾ ത്രേതായുഗത്തിൽ ശ്രീരാമനായിട്ട് അവതരിച്ചു. ഇതെല്ലാം മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ്. ഇപ്പോൾ രാമായണ മാസം കൂടിയാണ് ഞാനിത് ഈ വീഡിയോ വിടുന്നത്. ഇപ്പം ഞാൻ രാമായണം വായിക്കാറുണ്ട്, എല്ലാ വർഷത്തിലും രാമായണ മാസത്തിൽ രാമായണം വീട്ടിലിരുന്ന് വായിക്കാറുണ്ട്. പറ്റിയ അമ്പലത്തിലും പോയി വായിക്കാറുണ്ട്. പണ്ടോട്ടേ അങ്ങനെയാണ്. ഇതുവരെ എനിക്കത് ഒന്ന് വായിക്കേണ്ട ഒരു വർഷമെന്ന് വിചാരിച്ചാൽ എനിക്കിപ്പോൾ പറ്റുന്നില്ല വായിക്കാതിരിക്കാൻ. ഒരു എന്തോ അങ്ങ് വായിക്കണം എന്ന ടെൻഡൻസി വന്നുകൊണ്ടേ ഇരിക്കും. എടുത്ത് വായിക്കാമെന്നൊരു തോന്നൽ വരും വായിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ വലിയ ഇഷ്ടമാണിത്. വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നിർത്താനേ തോന്നത്തില്ല, വെക്കാനും തോന്നത്തില്ല. അങ്ങനെ ഒരു സംഭവമാണ് രാമായണം എന്ന് പറയുന്നത്. വളരെ 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 വിജ്ഞാനപ്രദമാണ്. കാരണം എത്രയോ യുഗങ്ങൾക്ക് മുന്നേ എഴുതി വെച്ച അതിനകത്ത് ഇന്ന് നടക്കുന്ന ശാസ്ത്രപരമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഒരുപാട് അറിവിൻ്റെ നിറകുടമാണ് രാമായണം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത് എത്ര വായിച്ചാലും നമുക്ക് മനസ്സിലാകാത്തൊരവസ്ഥയാണ്. വീണ്ടും വായിച്ചാലേ മനസ്സിലാകൂ എന്ന്, അതുപോലുള്ള ഒരുപാട് തത്വങ്ങളും കാര്യങ്ങളും മാത്രം അടങ്ങിയതാണ് രാമായണം എന്ന് പറയുന്നത്. അത് എല്ലാവരും തന്നെ വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അങ്ങനെ ആണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. അപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റുന്ന കാര്യം പറയാനാണ് വന്നത് നിങ്ങളോട്. അപ്പം ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല, നിങ്ങളോട് സംസാരിച്ചിട്ടില്ല നേരിട്ട്. അപ്പോൾ ഇന്നിങ്ങനെ വന്നു. അപ്പോൾ ലൈവൊക്കെ വരണമെന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ നമ്മൾ ചാനലിൻ്റെ പേര് മാറ്റുമ്പോൾ ഗൂഗിളിൽ പേര് മാറ്റണമായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഓരോരുത്തരിങ്ങനെ പറഞ്ഞു കേൾക്കുന്ന വെച്ച് ഞാൻ ചെയ്യുവാണേ. അപ്പോൾ ഗൂഗിളിൽ പേര് മാറ്റാനുണ്ട്. ഞാനിപ്പോൾ കയറി ട്രൈ ചെയ്തപ്പോൾ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഗൂഗിളിൽ വീണ്ടും വെറൈറ്റി ക്രിയേഷൻസ് എന്ന് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഞാൻ വെറുതെ വന്നിട്ട് ചക്ര ക്രിയേഷൻസ് എന്നും പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാലും ഗൂഗിളിൽ കാണിക്കുന്ന വെറൈറ്റി ആയിരിക്കും. അതുകൊണ്ട് അതിലെങ്ങനെയാണ് മാറ്റുന്നതെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഗൂഗിളിൽ കയറിയൊക്കെ നോക്കി പേര് മാറ്റാൻ. അപ്പോൾ അവർ പറയും പാസ്വേഡ് തരാൻ പറയും. നമുക്കറിയാവുന്ന പാസ്വേഡ് എല്ലാം കൊടുത്തു, അറിയാത്ത പാസ്വേഡും കൊടുത്തു, സകലതും ചെയ്തു. പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല. അവർ പറഞ്ഞു ഇതല്ല പാസ്വേഡ് റോങ് പാസ്വേഡ് എന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നും പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നുള്ളൂ, മുന്നോട്ട് പോകണില്ല. ഞാൻ തന്നെ അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞ് ഞാനത് വിട്ടിട്ട് പോന്നു, നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് പോന്നു. അതവിടെ പകുതി വഴിയിൽ വെച്ചു. ഇനി മോൻ വന്നിട്ട് നോക്കട്ടെ പറ്റുമോയെന്ന്, പേരൊന്ന് മാറ്റാൻ പറ്റുമോ നോക്കാമെന്ന് വെച്ച്, അക്കൗണ്ട് പേര് മാറ്റാമെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനിങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തെ പ്രകൃതിയുടെ താണ്ഡവത്തിന് ശേഷം ഒന്ന് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. 2 ദിവസമായിട്ട് വെയിലൊക്കെ കാണുന്നുണ്ട്. വിശ്വസിക്കാമോ എന്തോ, ഇനി എപ്പോഴാണോ എടുത്തടിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പം പ്രവചനാതീതമാണ് പ്രകൃതി. പണ്ടൊക്കെ ഇങ്ങനെ പ്രവചിക്കാമായിരുന്നു പ്രകൃതി ഇന്ന സമയത്ത്. തന്നെയല്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പിന്നെ ജൂൺ 1-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ, അത് 1-ാം തീയതി സ്കൂൾ തുറക്കുന്ന ആ ദിവസത്തിൽ അന്ന് ഉറപ്പായിട്ടും മഴ പെയ്തിരിക്കും. മഴ പെയ്താലത് ഇന്നത്തെ മാതിരി മഴയൊന്നും അല്ല കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ 41 ദിവസം നിന്ന് പെയ്യുന്ന മഴയായിരിക്കും, തോരാതെ നിന്ന് പെയ്യും. മനുഷ്യർക്ക് വീടിന് വെളിയിലോട്ട് ഇറങ്ങാൻ നിവൃത്തിയില്ലാതെ പെയ്യുന്ന മഴയായിരിക്കും. അന്നൊക്കെ വിറകാണ്, ഗ്യാസൊന്നുമില്ല.
എല്ലാ വീട്ടിലും. അപ്പോൾ ഈ വേനൽക്കാലം ആകുമ്പോഴത്തേനും വിറകുകൾ മുഴുവൻ ശേഖരിച്ച് ചേര് കെട്ടി അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ചേര് കെട്ടിയിട്ട് അതിലിങ്ങനെ അടുക്കി വെക്കും. നമുക്ക് ഈ ഒരു മാസക്കാലവും കത്തിക്കാനുള്ള പാചകത്തിനുള്ള വിറകെല്ലാം ഇങ്ങനെ കെട്ടി അടുക്കി വെച്ച് അത് അവിടെ നിന്ന് പുകയടിച്ച് വെയിലത്ത് ഇട്ടിട്ടായിരിക്കും എടുത്ത് വെക്കുന്നത്. പിന്നെയും പുകയടിച്ച് നല്ലതായിട്ട് എപ്പോഴും ഉണങ്ങി എടുക്കും. മഴക്കാലം ആകുമ്പോൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ വലിച്ചൂരി എടുക്കും, ഓരോന്നെടുക്കും, കത്തിക്കും, അടുപ്പിൽ വെക്കും. അങ്ങനെ ആണ് പണ്ടൊക്കെ. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ യൂണിഫോം ഒരെണ്ണമുള്ളതിൻ്റെ കഥയൊക്കെ. അതൊക്കെ ഇങ്ങനെ അലക്കിയിട്ട് ഉണങ്ങാതെ പോണതും അങ്ങനെയൊക്കെ. അങ്ങനെയെല്ലാം കുടയൊക്കെ എത്ര മേടിച്ചു തന്നാലും കൊണ്ട് കളയും, ഒടിച്ച് പറിച്ച് അടിച്ച്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എടുത്തുകൊണ്ടൊക്കെ പോകും. പണ്ടൊക്കെ അങ്ങനെയാണ്. എന്നിട്ട് ഈ നനഞ്ഞൊക്കെ വേണം പോകാനൊക്കെ, കുടയൊക്കെ കളഞ്ഞിട്ട്. പിന്നെ ഇലയൊക്കെ പറിച്ച് വെച്ച് ചിലട്ടൊക്കെ പോകുന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പണ്ടത്തെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ടത്തെ പിന്നെ ഒരുപാട് രസമുണ്ട് പോയി വരുന്നതൊക്കെ. കിലോമീറ്ററുകളോളം ഇങ്ങനെ നടന്നാണ് ഞങ്ങൾ പോകുന്ന സ്കൂളിൽ. അപ്പം ഞങ്ങൾ ഒരുപാട് കൂട്ടുകാർ ഒരുമിച്ച് ചേർന്നാണ് പോകുന്നത്. ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് കാത്തു നിന്ന് കൂട്ടുകാരെ വിളിച്ച് അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ പോകത്തുള്ളൂ. അഥവാ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ഇല പറിച്ച് വഴിയിലിടും. ഒരു ഇല ഏതെങ്കിലും പറിച്ചിട്ട് ചേമ്പലയോ പിന്നെ വാഴയിലയോ അല്ലെങ്കിൽ പിന്നെ പണ്ടൊക്കെ ഈ തേക്കിൻ്റെ ഇലയൊക്കെ പറിച്ച് അതിൻ്റെ മുകളിൽ പറന്ന് പോകാതെ ഒരു കല്ലൊക്കെ ഞങ്ങൾ വെക്കും. ഞങ്ങൾ എന്നും കാത്തു നിൽക്കുന്ന വഴിയുണ്ട്, അവിടെ വെച്ചിട്ട് പോയാൽ പറഞ്ഞേക്കും, ഇങ്ങനെ ഇല കണ്ടാൽ ഞാൻ പോയി ഇല വെച്ചിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പണ്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ വന്നിട്ടേ പോകാറുള്ളൂ. ചില ദിവസം കാത്തു നിന്ന് എടുക്കുമ്പം നേരം പോയാൽ അങ്ങനെ ചെയ്തിട്ട് പോകും. അപ്പം ചിലപ്പോൾ നമ്മൾ വരാതെ അവധിയൊക്കെ ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് പറയാൻ വിഷയമില്ലെന്ന് പറഞ്ഞ് വീഡിയോ തുടങ്ങിയപ്പോൾ ഇപ്പോൾ കണ്ടമാനം പറയുമല്ലേ. അങ്ങനെ ഒക്കെ ആയിരുന്നു പണ്ടത്തെ. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല. സ്കൂളിൽ പിന്നെ പോണ വഴിക്ക് നേരെ അങ്ങ് പോകും, പെട്ടെന്ന് ഓട്ടമായിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ താമസിച്ചായിരിക്കും ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടമാണ് സ്കൂളിൽ. എത്ര കിലോമീറ്റർ ഓടണമെന്നറിയാമോ? എത്ര കിലോമീറ്റർ സത്യം പറയാൻ എനിക്കിപ്പോഴും അറിയത്തില്ല. അതുപോലെ ദൂരത്തിലാണ് പോണത്. തിരിച്ചു വരുമ്പോഴത്തേനും പതുക്കെ. അപ്പം ചോറ്റുപാത്രമൊക്കെ കാണാം. അന്ന് ഉപ്പുമാവൊക്കെ കിട്ടും. നമ്മൾ ചോറ്റുപാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതൊക്കെ തിന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും അപ്പോൾ ഈ വഴിയുടെ ഇരുവശങ്ങളിലും പിന്നെ സ്കൂൾ പരിസരത്തും എല്ലാം ഈ കൊങ്ങിണി എന്ന് പറയുന്ന ഒരു മുള്ളുള്ള ചെറിയ മുള്ളുള്ളൊരു ചെടിയുണ്ട്, കൊങ്ങിണി. അത് നിറച്ച് പൂത്തിരിക്കുന്നതാണ്. ഭയങ്കര പല കളേഴ്സിലെ പൂക്കളാണ്. എന്ത് ഭംഗിയാണെന്നോ അത് കാണാൻ. അന്നൊക്കെ നമുക്കതിൻ്റെ ഭംഗി ആസ്വദിക്കും. ഇപ്പം അന്ന് കാണണം എന്തൊരു ഭംഗിയാണ്. അപ്പോൾ അന്ന് കുട്ടികളല്ലേ, അപ്പോൾ അത്രയ്ക്ക് ഭംഗി പൂക്കൾക്കല്ല, നമ്മൾ കായ്കൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് പൂക്കളങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ അന്ന്. ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്തോ ഭംഗി. ഇപ്പോൾ പക്ഷെ അതൊക്കെ ഇല്ലല്ലോ, വെട്ടിക്കളഞ്ഞ് റോഡെല്ലാം ഉണ്ടാക്കി. അന്ന് വഴിയൊന്നും ഇല്ലയെന്ന് ഓർക്കണം. ഞങ്ങളൊക്കെ പോകുമ്പോൾ വഴിയൊന്നും ഇല്ല കേട്ടോ. ഈ ചെറിയ നടപ്പാത മാത്രമാണ്. അതിൻ്റെ ഇരുവശത്തും ഇങ്ങനെ കൊങ്ങിണി വള്ളിപ്പടർ പോലെ കൊങ്ങിണി മുള്ളി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറേ കൂട്ടുകൂടി വന്നിട്ട് നെല്ലിക്ക കണ്ടാൽ അവിടെ കയറി നെല്ലിമരത്തിൽ കയറി എറിഞ്ഞും പറിക്കും. ആരുടെയും പേരയ്ക്ക കണ്ടാൽ അത് പറിക്കാതെ വരത്തില്ല. പുളി കണ്ടാൽ ഇതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ്, അതെല്ലാം ഞങ്ങൾ പറിച്ച് തിന്നും. പിന്നെ അങ്ങനെ ഇതെല്ലാം പറിച്ച് തിന്ന് വീട്ടിൽ വരുമ്പോൾ വയറ് നിറച്ചുകൊണ്ടാണ് വരുന്നത്. പിന്നെ എന്നാലും വീട്ടിൽ വന്നാലും കുറേ ഭക്ഷണം കഴിക്കും. അത് പിന്നെ വേറെ, അത് പറയാൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ ഈ കൊങ്ങിണി പിന്നെ പൂവൊക്കെ മാറി കായായി പച്ചക്കായ ഇങ്ങനെ കുഞ്ഞി കായ്കൾ ഇങ്ങനെ ഇത്ര വലിപ്പത്തിൽ ആയിട്ടിങ്ങനെ നിൽക്കും. അതിങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കറുക്കും. പഴുത്ത് കഴിയുമ്പോൾ അതിന് കറുത്ത കളറാകും. അപ്പോൾ ഇത് പഴുത്ത് നിൽക്കുമ്പോൾ നിറച്ചും അങ്ങ് പഴുത്ത് നിൽക്കുക. ഞങ്ങളപ്പോൾ വട്ടപാത്രം ഉണ്ടല്ലോ, ചോറ് കൊണ്ടുവന്ന വട്ടത്തിൽ പാത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ മൊത്തം വരുന്ന വഴി 4 മണി വിട്ട് വരുന്ന വഴിക്ക് ഇതെല്ലാം പറിച്ച് ഈ പാത്രം നിറയുമ്പം ഇത് മൊത്തവും തിന്നുകൊണ്ട് വരും. തിന്ന് വീട്ടിൽ വരുമ്പോൾ ചുണ്ടും പല്ലും വായൊക്കെ കറുത്തിരിക്കും, നാക്കൊക്കെ. ഇത് കറുത്ത പഴമാണല്ലോ, അപ്പോൾ കറുത്തിങ്ങനെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ എന്നും ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ സ്കൂളിൽ പോക്കലും വരവലും ഒക്കെ. അങ്ങനെ ആയിരുന്നു ഞങ്ങൾ. അത് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ്. പറഞ്ഞാൽ തീരത്തില്ല നിങ്ങൾക്ക്, പക്ഷേ ബോറടിക്കുമായിരിക്കും. ഇപ്പോൾ ഞാൻ ചാനലിൻ്റെ പേര് മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ വന്നതാണ്. അപ്പോൾ എല്ലാവരും സഹായിക്കണമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സബ്സ്ക്രൈബ് ചെയ്തു സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസിന്. അതൊക്കെ പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാനിപ്പോൾ ഇവിടെ വീഡിയോ നിർത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ബൈ. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ.